ഗ്രേ ആണല്ലേ? നമ്മള് ഇപ്പൊ ഒരു ഫുൾ വീഡിയോ വന്നിട്ട് കുറച്ച് കാലമായി അല്ലേ? ഇപ്പൊ നമ്മൾ വേണ്ട വീണ്ടും നമ്മുടെ കാക്കാൻ്റെ അടുത്തേക്കാണ് വന്നുള്ളത്. ഞാൻ കുറച്ച് മുമ്പ് ഒരു ജൈന്റ് ഓരേഴ്സിന്റെ വീഡിയോ ഇട്ടിരുന്നു. അത് ഓൾമോസ്റ്റ് 10K വ്യൂസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും അത് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാറോ, കാക്കാൻ്റെ അടുത്ത് ജൈന്റ് ഓരേഴ്സിന്റെ റീസ്റ്റോക്ക് പിന്നെയും വന്നിട്ടുണ്ട്. നമ്മളെ കാക്ക അവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് എന്താ ചെയ്യാം, അത് പക്കേറ്റും കാണിച്ചു തരാം. വലുതുണ്ട് ചെറുതുണ്ട്. എന്തായാലും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോന്റെ ഇടയിൽ കൊടുത്തോണ്ട് നിങ്ങൾക്ക് വേണ്ടിയവർക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാവുന്നതാണ്ടോ. എന്നാലും വരും, നമുക്ക് ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട, പെട്ടെന്ന് കാണാം. അതാണ് നമ്മളെ കാക്കാൻ്റെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ നല്ല അപ്പൊ എന്താ ഇനി പറഞ്ഞോളി കാക്ക, നമുക്കിപ്പോ എന്തൊക്കെയാ ബിൽക്ക് കാട്ടി കൊടുക്കാൻ പുതിയ വന്നതാണ്? നമ്മുടെ അടുത്ത് ഇപ്പൊ പുതിയതായിട്ട് വന്നതെന്താ വെച്ചാല്, വന്നതല്ല, നമ്മള് ബ്രീഡ് ചെയ്ത് പിടിച്ചതാണ്. കുറെ പേര് കുഞ്ഞുങ്ങളെ ചോദിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് തേഞ്ഞില്ല. ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടനവധി പേര് ചോദിച്ചു. അത് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയ്ക്കും നമ്മൾ അയച്ചു. ഇപ്പൊ പുതിയതായിട്ട് കുഞ്ഞുങ്ങളാവാത്തോണ്ട് പലരും ഇല്ലാത്ത സമയത്ത് ഞാൻ വിളിച്ചിരുന്നു. അവർക്ക് വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. ഒരു 2000 കുഞ്ഞുങ്ങളുണ്ടാവും ഏകദേശം. ഇപ്പത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൽബിനോ കൂടി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസയില് ആൽബിനോ കുഞ്ഞുങ്ങളുണ്ട്. റെഡ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി നേരം കളയണ്ട, വേഗം കാട്ടി കൊടുക്കും. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾ ഇതാണ്. ഇത് എത്ര പീസ് വേണേലും ഉണ്ട്. ഇതില് 2 ഇനം കുഞ്ഞുങ്ങളുണ്ട്. കാണിച്ചു തരാം, പ്രത്യേകം കാണിച്ചു തരാം. ഇത് റെഡ് ഐ ആൽബിനോ ആണ്. ഇത് ബ്ലാക്ക് ഐ ആണ്. ഇത് പിങ്ക് കളറാണ്. കുഞ്ഞുങ്ങളാകുമ്പോൾ ഇത് ഇത്ര കളർ ഉണ്ടാവുക. പിങ്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു 3-4 ഇഞ്ച് സൈസ് ആകുമ്പോഴത്തേക്ക് നല്ല പിങ്ക് കളർ വരും. ഇത് 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് 2 ഇഞ്ച്. പക്ഷെ 2 ഇഞ്ച് പ്ലസ് ഉണ്ട്, എന്നാൽ 2 ഇഞ്ച് ഉള്ളതും ഉണ്ട്. 2 ഇഞ്ച് മുതൽ 2.5 ഇഞ്ച് വരെ സൈസാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി വിൽപ്പനക്കുള്ളത്. എത്ര കുഞ്ഞുങ്ങൾ വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട്. മാത്രമല്ല, ഹോൾസെയിൽ ഇപ്പോൾ കൊടുക്കാനില്ല. അതിന് അടുത്ത ബാച്ചിൽ ഹോൾസെയിൽ കൊടുക്കാനുണ്ടാവും. ഇപ്പോൾ ഇല്ല. ഇത് നമുക്ക് കൊറിയർ വഴി എവിടെ എത്തിക്കാനും പ്രയാസമല്ല. കൊറിയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊറിയർ ചാർജ്, ഇത് 1 പീസ് 2 പീസൊക്കെ ചോദിച്ചാൽ കൊറിയർ ചാർജ് ഭയങ്കരമായിരിക്കും. കാരണം നമ്മൾ മീനിനെക്കാട്ടിലും കൂടുതൽ പൈസ കൊറിയറിനാണ് വരിക. കൂടുതൽ ഒരു 20 പീസ് 50 പീസ് 100 പീസൊക്കെ ആണെങ്കിലാണ്. പിന്നെ നമുക്ക് പെറ്റ് വണ്ടിയിലും വിടാൻ പറ്റും. അവിടെ കേരളത്തിലൊട്ടുക്കും പെറ്റ് വണ്ടി ഓടുന്നുണ്ട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ അതിലും വിടാൻ പറ്റും. അത് എത്ര കൂടുതലുണ്ടെങ്കിലും കുറഞ്ഞ പൈസയെ വരുള്ളൂ. ഓക്കെ. പല ആളുകളും ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇത്ര വില വരാൻ എന്താ കാരണം എന്നുള്ളത്. ഇത് മുട്ട നമ്മൾ ഇവരുടെ കൂട്ടിൽ നിന്ന് മുട്ട എടുത്തിട്ട് തിരിച്ച് നമ്മൾ ആച്ചറി കൊണ്ട് റേഷൻ കൊടുത്ത് വിരിയിച്ചെടുത്തിട്ട് അന്ന് മുതൽ RTMA കൊടുക്കണം. ഏകദേശം 2 മാസത്തോളം RTMA കൊടുക്കണം. RTMA കൊടുത്താണ് നമ്മൾ 0.6 പെല്ലറ്റിലേക്ക് വരല്. അപ്പോഴത്തേക്കാണ് ഇത് ഏകദേശം ഒരു 2 ഇഞ്ച് സൈസായി കിട്ടുള്ളൂ. RTMAക്ക് ഭയങ്കര വിലയാണ്. അത്യാവശ്യം 400 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലിന് 6000 ഉറുപ്പിയോളം വില വരുന്നുണ്ട്. അത് 2 നേരം കൊടുക്കണം. 1 നേരം കൊടുത്തിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ ക്ഷീണം മീനിൽ കാണിക്കാൻ പറ്റും. ഈ 2 ഇഞ്ച് ആവുന്നത് വരെ നമ്മൾ ഇവരുടെ കൂടെ വേണം 2 നേരം. പിന്നെ വെള്ളത്തിന്റെ കാര്യം ഇതൊക്കെ ശ്രദ്ധിച്ച് ഈ 2 ഇഞ്ച് ആകുമ്പോഴത്തേക്ക്. എന്നാൽ തന്നെ നമ്മൾ ഈ ഇത്തരം കുഞ്ഞുങ്ങളെ ആക്കി കിട്ടിയിട്ട് ഇവരെ വളർത്തിയെടുത്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്മളൊരു ബ്രീഡിങ്ങിനാവുക. അത് പ്രായപൂർത്തിയായ ഒരു കുഞ്ഞായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മീനിന് 3 വയസ്സ് കഴിഞ്ഞ് 4-ാം വയസ്സിലാണ് ബ്രീഡിങ് ആവുക. ആ 4 വയസ്സാവത് മുതൽ നമ്മൾ ഈ വലുപ്പത്തിലേക്ക് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ വലിയ സൈസ്. ഇത് ഏകദേശം 2 അടി വലുപ്പമുണ്ട്. ഇതൊരു മെയിലാണ്. ഇവരിങ്ങനെ ആയി കിട്ടാൻ നമുക്കൊരു 4 ഇഞ്ച് ആയി കിട്ടാൻ കിട്ടിക്കഴിഞ്ഞാൽ വളർത്താൻ വളരെ സുഖമാണ്. അത്യാവശ്യം വെള്ളം ഉള്ള ഒരു പോണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖകരമായിട്ട് വളർത്താൻ പറ്റും. വീട്ടിലുള്ള പച്ചിലകൾ, അതായത് ഓമയ്ക്കൻ്റെ ഇല കഴിക്കും, പിന്നെ കട്ടിയുള്ള എല്ലാ ഇലകളും കഴിക്കും. മധുരക്കിഴങ്ങിൻ്റെ ഇല, ചേമ്പിലാണ് ഭയങ്കര ഇഷ്ടം അവർക്ക്. അതൊക്കെ കൊടുത്താൽ മതി. പക്ഷെ ഇവർക്ക് കറക്റ്റ് ഇതിൻ്റെ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം അവർക്ക് ന്യൂട്രിയൻസ് അടങ്ങുന്ന നല്ല പ്രോട്ടീനുള്ള പെല്ലറ്റ് 1 നേരമെങ്കിലും കൊടുക്കണം. അപ്പോഴാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടി ഇതേപോലെ വലിയൊരു മീനായി മാറുകയുള്ളൂ. ഇത് നമുക്ക് അലങ്കാരത്തിനും ഉപയോഗിക്കാം, ഭക്ഷണത്തിനും ഉപയോഗിക്കാം. പിങ്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടുന്നത്. ബ്ലാക്കിനെക്കാട്ടിലും വളർച്ച കിട്ടുക പിങ്കാണ്.
പിങ്ക് പെട്ടെന്ന് സൈസ് ആവുകയും ചെയ്യും, കാണാനും വളരെയധികം ക്യൂട്ടാണ്. അതിന്റെ പുറത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ വളർത്തുന്ന പോണ്ടിൽ നമുക്ക് വെള്ളം എത്ര മോശമായാലും ഇവരെ കാണാൻ പറ്റും. ഓക്കെ, കളർ കൊണ്ട് ഒരു കാണാൻ പറ്റും. മാത്രമല്ല ഇവര് നന്നായി ഇണങ്ങും ചെയ്യും, നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങും ചെയ്യും. നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നല്ല ഇണങ്ങി കഴിഞ്ഞാൽ വായ്ക്കകത്തേക്ക് ഫുഡ് കൊടുത്താൽ അവരെ സ്വീകരിക്കുന്നുണ്ട്, സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഫുഡ് കൊടുക്കണ ഏകദേശം ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഫുഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട്. ഇതിന്റെ ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്ര പോകുന്ന ഒരു അക്വേറിയത്തിലോ വളരെ ചെറിയ അക്വേറിയത്തിലോ ഏത് വലിയ പോണ്ടിലോ ഒക്കെ ഇത് വളർത്താം. ഇത് ടാങ്ക് വലുപ്പം കുറഞ്ഞു വിചാരിച്ചിട്ട് അത് വളർച്ച കുറയൊന്നുമില്ല. പക്ഷെ പൊതുവെയുള്ള വളർച്ചന്റെ ശതമാനം കുറയും. അപ്പോൾ ടാങ്ക് വലുപ്പം കുറഞ്ഞാലും ഇവരെ സുഖമായിട്ട് ഇതിൽ വളർത്താൻ പറ്റും. അതിൽ അടങ്ങി ഒതുങ്ങി അവർ ജീവിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു അക്വേറിയത്തിൽ വലിയൊരു പീസ് ഇട്ട് വളർത്തണം അല്ലെങ്കിൽ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് 1 അടി, 1.25 അടി, 1.5 അടി, 2 അടിന്റെ അടുത്ത് വരെയുള്ളത് നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാനുണ്ട്. അത് പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ആൽബിനോയുണ്ട്. ആൽബിനോ വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ. ബ്ലാക്കും പിങ്കും നമ്മൾക്ക് അത്യാവശ്യമുണ്ട്. ഇത്രയും വലുതും ഇതിന് ചെറുതും 1 അടി സൈസ് ഉള്ളതും ഇവിടുത്തെ 5 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച് വരെയുള്ളത് ഇപ്പോൾ തീർന്നിരിക്കണം. ഇപ്പൊ നമ്മൾക്ക് 2 ഇഞ്ചാണ് സ്റ്റാർട്ടിങ് ഉള്ളത്, 2 ഇഞ്ച് 2.5 ഇഞ്ച് വരെ. പിന്നെ നിങ്ങൾക്ക് ഇതിനെ വളർത്തണ ഇതില്, അതായത് ഗ്ലാസ്സിലൊക്കെ ഇട്ട് ഇതേപോലെയൊക്കെ വളർത്തണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗ്ലാസിന്റെ തിക്നെസ് ഒക്കെ ആക്കാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത് ഇത്രയും വലിയ മീനല്ലേ, അപ്പൊ നമുക്ക് എത്ര മുതൽ ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ? കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് വളരെ ചെറുത് മതി, ഒരു 4 mm തുടങ്ങിയാൽ മതി. പക്ഷെ ഇത് ഇത്രയും വലുതാവുമ്പോ ഒരു 12 mm എങ്കിലും 1/2 ഇഞ്ച് സൈസ് എങ്കിലും മിനിമം വേണം ഗ്ലാസ്. കാരണം ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പുറത്തെന്തെങ്കിലും ശബ്ദം കേട്ടിട്ട് ഇപ്പൊ വീട്ടിലൊക്കെ വളർത്തുമ്പോ ഷീറ്റിട്ട് വീടുകളുണ്ടാവും, ഷീറ്റിട്ട ഭാഗങ്ങളുണ്ടാവും. ഒരു തെങ്ങുംപട്ട തേങ്ങ ഷീറ്റിൽ ചാടിക്കഴിഞ്ഞാൽ ഇവര് ചാടാൻ അവര് നല്ല ശക്തിയിലായിരിക്കും വന്നിട്ട്. ആ സമയത്ത് ഇതിന് ഏകദേശം ഒരു നല്ല പവറുള്ള ഒരു ഗ്ലാസ് തന്നെ വേണം. പല സ്ഥലങ്ങളിലും പല വീടുകളിലും ചില അബദ്ധങ്ങളൊക്കെ പറ്റി ലീക്ക് ആയിട്ടുണ്ട്. കാരണം വെച്ചാല് നമ്മളൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും വല്ല നാളികേരവും ചാടിയിട്ട് ഷീറ്റിന്റെ സൗണ്ട്. അതെ, പിന്നെ അത്രക്ക് അഗ്രസീവ് ആയിട്ടുള്ള മീനാണ്, പാവാണല്ലേ. അവര് പാവാണ്, വളരെ സൈലന്റ് ആയിട്ട് സ്ലോ മൂവിലാണ് ഇവരുടെ യാത്രയൊക്കെ. നമ്മൾ കണ്ടില്ലേ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ശ്രദ്ധിച്ചു നിൽക്കല്ല, അവരുടെ ഒരു അതാണ്. ഇനി വേറെ ഡൗട്ട്, എനിക്കും വലിയ ഡൗട്ട് കാരണം എനിക്ക് എന്തായാലും ഉണ്ട്. ഇപ്പൊ ഇതിപ്പോ നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ആവും? നിങ്ങൾ നേരത്തെ പറഞ്ഞു മുട്ടൊക്കെ എടുത്താണ്ടാണ് നമ്മൾ ഇനി വിരിച്ചാണ്ട് ആർട്ടിമേ കൊടുക്കണല്ലോ, ഇത് നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ആവും? നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ആവും. നമ്മളെ പിന്നെ ഇവരെ വളർത്തുന്ന പോണ്ടിലേക്ക് കൂട് വെക്കാൻ ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുത്താല് നാച്ചുറൽ പോണ്ടാണെങ്കിൽ ഇപ്പൊ മണ്ണിലെ കുളത്തിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇലകളും മറ്റു ചെടികളും വള്ളികളും നാരുകളും ഉണ്ടാവും, അത് വെച്ച് കൂട് വെക്കും. റെഡിമെയ്ഡ് പോണ്ടാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കയർ കുറച്ച് കാനുള്ള കയർ എടുത്തിട്ട് പിരി ഉടച്ച് കട്ട് ചെയ്തിട്ട് 1/2 മീറ്റർ കട്ട് ചെയ്തിട്ട് പിരി ഉടച്ച് ഡെറ്റോളിൽ മുക്കിയിട്ട് ഉണക്കി ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ നെറ്റിന്റെ ഷീറ്റ് ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് റിബൺ പോലെ ഇട്ട് കൊടുത്താൽ മതി. അത് റെഡിമെയ്ഡ് പോണ്ടിൽ ഇത് കൂട് വെക്കാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ബേസിനെ പോലെ എന്തെങ്കിലും നമ്മള് ബേസ് എന്തെങ്കിലും നിർത്തി കൊടുക്കണം എവിടെയെങ്കിലും. എവിടെയും പിടുത്തുണ്ടാവല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ അളകുമ്പോ എല്ലാം പോകുമല്ലോ, അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം. അതിനകത്താണ് കൂട് വെച്ചിട്ട് അവര് ബ്രീഡ് ആവുക. പിന്നെ നമ്മൾ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ആ പിന്നെ പോണ്ടിൽ മറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിരിഞ്ഞു വരും. അതല്ല കളമത്സ്യങ്ങൾ നമ്മൾ പറയാം സാധാരണ. കാരണം വെച്ചാല് തിലോപ്പിയ, പരലുകളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവ് കിട്ടിയ ഈ മുട്ട എടുത്ത് കഴിക്കും. ഒരു വിഷയമല്ല. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഈ മീൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് കൊതുക് കൂത്താടികൾ വരെ അവരെ പിടിക്കും. ചെറിയ തവളകള്, കൊതുക് കൂത്താടി, 8 കാലികള്, പല്ലികളൊക്കെ പിടിക്കും. അതൊക്കെ നമ്മള് ഇപ്പൊ മുട്ടെടുത്ത് വിരിയിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കുഞ്ഞുങ്ങളെ മാക്സിമം 95% കിട്ടണം വിചാരിച്ചിട്ടാണ് മുട്ടെടുത്ത് വിരിയിച്ച് നമ്മള് കെയർ ചെയ്യണത്. നാച്ചുറൽ പോണ്ട് ആവുമ്പോ അല്ലെങ്കിൽ വളർത്തുന്ന പോണ്ടിലാവുമ്പോ അത്രയും കെയർ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ നമുക്ക് അവർക്ക് ഇത് മുഴുവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആർട്ടിമേ കൊടുക്കണം. ആർട്ടിമേ കൊടുത്തില്ലെങ്കിൽ ഒരു 10-15% അതിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയും വലിയ സൈസ് ഇത് 2 അടിയിലാണ്. 2 അടി സൈസിൽ നമുക്ക് പെറ്റ് വണ്ടിക്ക് വിടാൻ പറ്റൂലേ? ആവശ്യക്കാർക്ക് അനുസരിച്ച് നമ്മൾ പെറ്റ് വണ്ടിയിൽ വിടാം. പെറ്റിൽ വിടുമ്പോൾ നമുക്ക് കുറച്ച് ചെലവുണ്ട്. കാരണം അതുപോലുള്ള ഡ്രമ്മുകളാണ് വാങ്ങിച്ചിട്ട് നമ്മൾ അതിൽ പെറ്റിൽ വിടുക. പെറ്റിനും
അവർക്കും ഇച്ചിരി പൈസ കൂടുതൽ വരും, കൊറിയർ പോലെ അല്ല. പക്ഷെ കൊറിയർ കൂടുതൽ വിടുന്നേക്കാളും ലാഭകരമാണ്. പിന്നെ അധികം ആളുകളും ചോദിക്കുന്ന അവരുടെ മനസ്സിലുള്ള ഒരു 10 ഇഞ്ച് 8 ഇഞ്ച് 6 ഇഞ്ച് 7 ഇഞ്ച് അങ്ങനെ ചോദിക്കുന്നത്. കറക്റ്റ് ഇഞ്ച് ചിലപ്പോ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ പിടിച്ച് നോക്കുമ്പോ ഇവരെ നമ്മൾ അധികം ഡ്രസ് ചെയ്ത് പിടിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പിടിച്ചിട്ട് അതിൽ കിട്ടുന്ന ഒരു സൈസിന് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്കൊരു 10 ഇഞ്ച് മുതൽ നമുക്കൊരു 20 ഇഞ്ച് 22 ഇഞ്ച് വരെയൊക്കെ ഇപ്പൊ സാധനം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതിന്റെ പ്രായം കൂടി നോക്കണം. ബ്രീഡിംഗ് സൈസ് ആകുമ്പോൾ പ്രായം കൂടി നോക്കണം. അപ്പൊ അതിനനുസരിച്ചാണ് ഇത് ബ്രീഡ് ആവുക. അപ്പൊ വേണ്ട ഇവന്മാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോസിന് ജൈൻഡേഴ്സിന് വീഡിയോ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂസ് അതിന് കയറിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോക്കും സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവരുടെ മെയില് ഫീമെയില് തിരിച്ചറിയുന്ന വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ നമ്മൾ കുറെ മുമ്പ് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ നമ്മൾ ഈ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് പോയി കണ്ടാൽ ഇതിന്റെ മെയിലും ഫീമെയിലും എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യാം, ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ലോങ് വീഡിയോ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ കൂടി ഷോർട്ട് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കാക്കാനടുത്തിൽ ഓൾമോസ്റ്റ് പുതിയ സ്റ്റോക്ക് ഇവിടെ വരുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇത്ര എടുക്കളെ, ബൈ.